ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫസീല വ്ളോഗ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള റാഗി കൊണ്ട് എങ്ങനെ നമുക്ക് ഇതുപോലെ റാഗി അപ്പവും അടയും തയ്യാറാക്കാമെന്ന് നോക്കട്ടോ. അപ്പോൾ ഇതിനായിട്ട് പഴവും റാഗിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാ കണ്ടോ, നല്ല അടിപൊളി ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് പാനിൽ നെയ്യ് ഒഴിച്ച് നമുക്ക് കശുവണ്ടി ഇതുപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി നമുക്ക് വറുത്ത് കോരി മാറ്റിയെടുക്കാം. പിന്നെ ഞാൻ കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കപ്പലണ്ടി നെയ്യിലൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ വറുത്ത് കോരി മാറ്റി ഇനി നമുക്ക് പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. തവി കൊണ്ട് ഇതുപോലെ ഉടച്ചു കൊടുത്ത് കുറച്ച് ഉടഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ 1 കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. റാഗിപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ശർക്കരപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കല്ലൊന്നും ഇല്ലാത്ത ശർക്കരപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കിസ്മിസും അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടല വറുത്ത് കോരി മാറ്റി വെച്ച കടല ഞാനിപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കയ്യിൽ ഇതുപോലെ എണ്ണ തടവി ഇതുപോലെ ഷേപ്പാക്കി എടുക്കണം. ഒരു വാഴയിലയിലാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഷേപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും എന്നാൽ നല്ല രുചിയുള്ളതും നല്ല ടേസ്റ്റിയുമായ നല്ല ഹെൽത്തി റെസിപ്പിയാണ് ഇത്. ഇനി ഞാൻ ഇതുപോലൊരു സ്റ്റീൽ പാത്രത്തിൽ കൂടി ഇതുപോലെ